പിടിക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മീൻ തലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇതിപ്പോ ഒരു 1.5 കിലോ മീൻ തലയുണ്ട്. അപ്പോൾ മുഴുവനായിട്ടാണ് നിങ്ങൾക്ക് കറി വെക്കാൻ ഇഷ്ടമെങ്കിൽ മീനിന്റെ തല കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ എനിക്ക് വലുതായിട്ട് തല ഇങ്ങനെ കറി കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ മീനിന്റെ തല ഷോപ്പിൽ നിന്ന് തന്നെ കട്ട് ചെയ്താണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതൊരു ചൂരമീൻ്റെ തലയാണ്. ഒരു 1.5 കിലോയോളം വെയിറ്റ് ഉണ്ട്. ഒരു 3 ചുവന്നുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 4 പച്ചമുളകും മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. വലിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നായിട്ട് ഞാനൊന്ന് ചതച്ചും കൂടി എടുക്കാൻ പോവുകയാണ്. ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ വഴിയെ കാണിച്ചു തരാം. ഇപ്പോൾ റെസിപ്പി ഞാൻ ചെയ്യാൻ പോകുന്നത് മൺചട്ടി തന്നെയാണ്. മീൻ കഴുകിയിട്ടുണ്ടെങ്കിൽ മീൻ വെള്ളത്തിലിട്ട് വെക്കണം. ഇറച്ചിയൊക്കെയാണ് കഴുകുന്നതെങ്കിൽ ഇറച്ചി നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം വാലാൻ വെക്കണം. ഇപ്പൊ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് മയങ്ങിയ ചട്ടിയാണ്. അതിന്റെ ഉള്ളിൽ നിന്നൊക്കെ എണ്ണ ഇറങ്ങി വരുന്നതാണ്. അതുപോലെ തന്നെ ഇതിന്റെ പുറവും നന്നായിട്ട് മയങ്ങി എണ്ണ നന്നായിട്ട് കുടിച്ച ചട്ടിയാണിത്. അപ്പൊ അതുകൊണ്ടാണ് ഈ ചട്ടി ചൂടായപ്പോഴത്തേനും ചെറുതായിട്ട് പുക വരുന്നത്. അപ്പൊ ഞാൻ ഈ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് എണ്ണയൊക്കെ കൂടുതൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഓയിൽ ഒഴിക്കാം. പക്ഷെ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുവാണെങ്കിൽ അതായിരിക്കും നല്ല ടേസ്റ്റ്. ഇപ്പൊ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഇപ്പൊ എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുവാണ്. ഇത് രണ്ടും ഒന്ന് പൊട്ടി വരട്ടെ. ഇപ്പൊ ഈ കടുക് പൊട്ടി തീർന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുവാണ്. കൂടെ തന്നെ പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, ചുവന്നുള്ളി. ഈ ചുവന്നുള്ളിക്ക് പകരം സവോളയൊന്നും ചേർക്കരുത്. ചുവന്നുള്ളിക്കാണ് നല്ല ടേസ്റ്റ്. സവോള ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറിക്കൊരു മധുരമായി പോകും. അപ്പോൾ ഞാൻ ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴന്നു വരണം. ആ സമയത്ത് നമുക്ക് 2 തക്കാളി അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലിട്ടിട്ട്, പച്ച തക്കാളി തന്നെയാണ്, വാട്ടിയ തക്കാളി, പുഴുങ്ങിയ തക്കാളി അങ്ങനെയൊന്നുമല്ല. തക്കാളി ചെറുതായിട്ട് മുറിച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് വഴന്നു വരുന്ന സമയം കൊണ്ട് ഞാൻ തക്കാളിയും കൂടെ അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ചെറുതീയിലാണ് ഇട്ടിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരട്ടെ. അടുത്തതായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഞാൻ ഇത്രേ ചേർക്കുന്നുള്ളൂ. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നല്ല എരിവ് വേണമെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി, ബാക്കി എരിവുള്ള മുളക് പൊടിയും അങ്ങനെയും ചേർത്ത് കൊടുക്കാം. കാശ്മീരിയുടെ മാത്രം എരിവ് മതിയെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഈ കാശ്മീരിയുടെ കൂടെ ഒരു 1/2 ടേബിൾ സ്പൂൺ നോർമൽ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുവാണ്. ഇതിന് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. ഇപ്പോൾ തലക്കറിയല്ലേ, കുറച്ച് നല്ല എരിവൊക്കെ വേണം. ഇപ്പോൾ ഈ ഷാപ്പിലെ കറിയുടെ ഒരു പ്രത്യേകതയും അതുതന്നെയാണ്, നല്ല എരിവുണ്ടാവും കറിക്ക്. ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഈ എണ്ണയിൽ കിടന്നിട്ട് ഈ മുളക് പൊടി നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരട്ടെ. ഈ മുളക് പൊടി മൂത്തതിന് ശേഷം നമുക്ക് ഈ തക്കാളി ഒഴിച്ചു കൊടുക്കാം. ഈ മുളക് പൊടി മുരിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ തക്കാളി ഒഴിച്ചു കൊടുക്കുകയാണ്. തക്കാളി വെറുതെ മുറിച്ച് മിക്സിയിലിട്ട് അടിച്ചെടുത്തത് മാത്രമേ ഉള്ളൂ. ഇനി ഈ തക്കാളി നന്നായിട്ടൊന്ന് വരണ്ട് ആ എണ്ണ തെളിഞ്ഞു വരണം. ഇപ്പോൾ 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്യും. ഇപ്പോൾ കണ്ടു, ഇതിൽ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുടംപുളി തിളപ്പിച്ച വെള്ളമാണ്. കുടംപുളി ഉപ്പിട്ടാണ് ഞാൻ തിളപ്പിച്ച് വെച്ചിരിക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഈ പുളിയുടെ വെള്ളമല്ലാതെ എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. ഇപ്പോൾ സാധാരണ നമ്മൾ പുളിയൊക്കെ തിളപ്പിക്കുമ്പോൾ വെള്ളത്തിനൊന്നും അളവ് നോക്കിയിട്ടൊന്നും അല്ലല്ലോ തിളപ്പിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് ഒരു 3 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. വലിയ ഗ്ലാസ്സിന് 3 ഗ്ലാസ് വെള്ളം. ഒരുപാട് ചാറിലല്ല വെക്കുന്നത്. ഈ തലയൊന്ന് വെന്ത് വറ്റി വരണം. അപ്പോൾ നന്നായിട്ട് ഞാൻ ഉപ്പിട്ടിട്ടാണ് പുളി തിളപ്പിച്ചിരുന്നത്. ഇങ്ങനെ പുളി വെള്ളം തിളപ്പിക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ കഷ്ണത്തിലേക്കൊക്കെ പുളിയും ഉപ്പും ഒക്കെ പിടിക്കും. ഇപ്പോൾ ഈ ചാറിൻ്റെ ഉപ്പ് ഇപ്പോൾ ഒന്ന് നോക്കാം. കുറവുണ്ടെങ്കിൽ അല്പോടെ ഉപ്പ് ചേർത്ത് കൊടുക്കും. ഇനി ഞാനിതൊന്ന് അടച്ചു വെക്കുവാണ്. നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ കണ്ട് വെള്ളം നന്നായിട്ട് തിളച്ചു. ഇതിലേക്ക് നമുക്ക് തലക്കഷ്ണങ്ങൾ ഇടാം. അപ്പോൾ നമ്മൾ കഴുകി വെള്ളത്തിലല്ല ഇട്ട് വെച്ചിരിക്കുന്നത്. ആ വെള്ളം ഇല്ലാതെ അതൊന്ന് പിഴിഞ്ഞിട്ട് കഷ്ണം മാത്രമാക്കി ഇട്ട് കൊടുക്കാം. ഈ ചാറ് കുറുകി വരും. ഒരുപാട് ചാറിലല്ല ഞാൻ വെക്കുന്നത്. ചാറ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചാറ് കുറയ്ക്കണ്ട. അപ്പോൾ അല്പോടെ പുളിവെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ കഷ്ണങ്ങൾ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ചാറിലേക്ക് ഇതൊന്ന് മുക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ മൺചട്ടിയല്ലേ, നന്നായിട്ട് തിള വന്നു കഴിഞ്ഞാൽ തീ കുറച്ചിട്ടിരുന്നാൽ മതി. നന്നായിട്ട് തിളച്ച് അവിടെ നിന്ന് വെന്തോളും. ഇപ്പോൾ ഈ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് ചാറ് വറ്റി വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ വേണമെങ്കിലും നമുക്ക് ഈ ചാറ് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ കപ്പയുടെ ഒക്കെ കൂടെ ആണെങ്കിൽ ഇത്രയും ചാറ് വേണമല്ലോ. മീൻ കറി ആണെങ്കിൽ കറി തവി കൊണ്ട് തൊടുകയേ ചെയ്യരുത്. പക്ഷെ തലയായതുകൊണ്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ പൊടിഞ്ഞു പോകത്തില്ല. മീൻ കറിയാണെങ്കിൽ ചട്ടിയോടെ എടുത്തിട്ട്
ചുറ്റിച്ചു കൊടുക്കുകയും ചെയ്യാവുള്ളൂ. മൺചട്ടി ആയതുകൊണ്ട് തീ ഓഫ് ചെയ്താലും ഇതുപോലെ തിളച്ചുകൊണ്ടിരിക്കും. ഇതിലേക്ക് ഞാനൊരു അല്പം പച്ച കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. 1/2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ വരെ പച്ച വെളിച്ചെണ്ണ അടച്ചു കൊടുക്കാം. അപ്പോൾ പച്ച വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും ഒക്കെ സ്മെല്ല് ആ കറിക്കുള്ളിൽ ഫുള്ളായിട്ട് വ്യാപിക്കും. ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇരുന്നതിന് ശേഷം മാത്രം കറി തുറന്നെടുക്കാം. ഞാൻ ഈ തലക്കറി ഒന്ന് തുറക്കാൻ പോവാണ്. നല്ല കിടിലൻ ടേസ്റ്റുള്ള തലക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വരെ. അതുവരെ എല്ലാവർക്കും നന്ദി. ബൈ.